കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ BJP-യിൽ അല്ലെങ്കിൽ ഈയൊരു പ്രസ്ഥാനവുമായിട്ട് സഹകരിച്ച് നിൽക്കുന്ന ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവർ വളരെ കുറവാണ്. പ്രത്യേകിച്ച് എൻ്റെ ഓർമ്മയിൽ ആദ്യമൊക്കെ കേൾക്കുന്നത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ റേച്ചൽ മത്തായി, മാത്യു സാർ, അങ്ങനെ കുറച്ച് പേരുടെ പേരുകളാണ്. പക്ഷേ ഇവിടെ റഹ്മാൻ സാർ ഉണ്ടായിരുന്നു. ഈ റേച്ചൽ മാത്യു, റേച്ചൽ മത്തായി, പ്രൊഫസർ OM മാത്യു, റഹ്മാൻ സാറ്, ഇവരൊക്കെയാണ് നമുക്ക് അന്ന് ആദ്യം BJP-യുമായിട്ട് ബന്ധപ്പെടുക, ABVP-ക്കായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് പറഞ്ഞു തരുന്ന പേരുകൾ. ഇവരൊക്കെ കണ്ടില്ലേ. പിന്നെ എന്നെ കൊണ്ടുവന്നത് ഇരുമല വർഗീസ് പറഞ്ഞൊരു സാറാണ്. ഈ സംഘർഷ സാധ്യതകളുള്ളൊരു സാഹചര്യമായിരുന്നു, പ്രത്യേകിച്ച് ABVP പ്രവർത്തനവും ഒക്കെ ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് പരമല കഴിഞ്ഞ സാഹചര്യവും ഒക്കെ. പിന്നെ എനിക്ക് തോന്നുന്നു 90കളുടെ അവസാനം എന്ന് പറഞ്ഞാൽ നായനാരിൻ്റെ സർക്കാർ കാലഘട്ടം, അന്ന് രാഷ്ട്രീയ കൊലപാതകങ്ങൾ, ഇപ്പോൾ ജയകൃഷ്ണൻ മാഷിൻ്റെ കൊലപാതകം, ഇതൊക്കെ നടക്കുന്നൊരു കുറച്ചൊരു ടെൻസ് സിറ്റുവേഷനുള്ള സമയമായിരുന്നു. അപ്പോഴത്തെ കോളേജ് പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ചും ABVP നേരിട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു? അല്ല, ABVP അന്ന് നമ്മൾ വിചാരിക്കുന്ന പോലെ ഈസി അല്ല പ്രവർത്തിക്കാൻ. അന്ന് ഇപ്പോഴത്തെ കുട്ടികളെ പോലല്ല, രാഷ്ട്രീയപരമായി അതിഭീകരമായിട്ട് അവർ നമ്മളെ ആക്രമിക്കും. പല സമയത്ത് ഇപ്പോൾ ചേർത്തല കോളേജിൽ, NSS കോളേജിൽ ഞാൻ ഫുൾ ടൈമറായി ചെന്ന് ഒരു മാസം ആയില്ല. അതിനു മുമ്പ് ABVP യൂണിറ്റിലെ ഏതാണ്ട് 90% പേരും അടികിട്ടി ആശുപത്രിയിലായി. അത് ഇവിടത്തെയൊക്കെ നടക്കുന്ന പോലെ കോതമംഗലം ഇതുപോലെയൊക്കെ നടക്കുന്ന, മൂവാറ്റൂരൊക്കെ നടക്കുന്ന അടിയാണ്, മറ്റേ അടിയല്ല. തലയ്ക്ക് സ്റ്റിച്ച് ഉണ്ടാവും, വലിയ മുറിവുകളുണ്ടാവും. നമ്മളുടെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ നമ്മുടെ ഈ പ്രായത്തിൽ നമ്മൾ ഇത് കണ്ടിട്ടില്ല, നമുക്ക് ഇത്തരം കാര്യങ്ങൾ നമുക്ക് എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ അടി കഴിഞ്ഞ് ഈ പിള്ളേർ മുഴുവനും ആശുപത്രിയിലാക്കി, നമ്മൾ ഓടിച്ചെല്ലുന്നു. പിന്നെ നമ്മൾ ഇവരുടെ വീട്ടിൽ പോകണം. ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യൽ ഇച്ചിരി പാടാണ്. അവിടെ ചെന്ന് നമ്മളെന്നും ABVP വർക്കിന് വേണ്ടി ഇവരുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ചെല്ലുകയും അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുകയും ആ അമ്മ തരുന്ന ഭക്ഷണം കഴിക്കുകയും ആ വീട്ടിൽ താമസിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ ഒരു റിലേഷൻ ഉണ്ട്. നമ്മൾ ഈ അടിയെല്ലാം ഉണ്ടായിട്ട് ആശുപത്രി കിടക്കുന്ന ഗുരുതരാവസ്ഥയാണ് എന്നൊക്കെ പറയുന്ന കണ്ടീഷനിൽ നമ്മൾ ഈ വീട്ടിൽ ചെല്ലണം. അപ്പം അമ്മയോട് സംസാരിക്കുമ്പോൾ അമ്മയൊക്കെ പൊട്ടിത്തെറിക്കും. പൊട്ടിത്തെറിക്കിച്ച് അവർ കരയും, സംഘം. നമ്മളെ ചീത്തയൊന്നും വിളിക്കില്ല. നമുക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ അറിയില്ല. അന്നത്തെ ഏജ് വേറെയാണ്. നമ്മളപ്പോൾ ഇതവിടെ പോയി നമ്മളെങ്ങനെ പോകണോ വേണ്ടിയോ. അപ്പോൾ ഇത് വേറൊരു അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ളവർ പറയും ഞാൻ വരില്ല എന്ന് പറയും. നമ്മൾ പിന്നെ പോകാതിരിക്കാൻ പറ്റില്ല, നമ്മൾ ചെല്ലും, നമ്മളിതൊക്കെ ഹാൻഡിൽ ചെയ്യും. നമ്മൾ അവിടെ ചെന്ന് ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതൊക്കെ കൂടെ ചേരും, നമുക്കതെല്ലാ കാര്യങ്ങളും ചെയ്യാം, വലിയ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കലാണ്. നമുക്കറിയാം കുഴപ്പമുണ്ട്, നല്ല അടിയാണ് കിട്ടിയേക്കുന്നത്, ഈ കുറച്ച് 8-11 സ്റ്റിച്ച് ഉണ്ട്, ഇതെല്ലാം പ്രശ്നമുണ്ട്, നാളെ ഇതുമായി ബന്ധപ്പെട്ട് അടുത്ത പ്രശ്നം ഉണ്ടാവുമെന്നും നമുക്കറിയാം. കാരണം ഇതിന് പ്രതിഷേധിച്ച് സമരം വയ്ക്കുകയാണ്, നമ്മൾ കോളേജിൽ പ്രകടനം വയ്ക്കുകയാണ്. കോളേജിൽ പ്രകടനം വയ്ക്കുമ്പോൾ ഇപ്പോൾ അങ്ങനെ ഉണ്ടോയെന്ന് അറിയില്ല. കോളേജിൽ പ്രകടനം വയ്ക്കുന്ന സമയത്ത് പലപ്പോഴും പുറത്തുനിന്നുള്ള ആളുകൾ അവിടെ വന്ന് നിൽക്കും, നമ്മുടെ ആളുകളില്ല. നമുക്കങ്ങനെ ഒരുപാട് ആളുകളുള്ള സ്ഥലമല്ലല്ലോ, സംഘടന വളർന്നു വരുന്നല്ലേ ഉള്ളൂ. അപ്പം അതിൻ്റേതായ എല്ലാ പ്രശ്നങ്ങളും ടെൻഷനും അത് ഭീകരമാണ്. പക്ഷെ അത് ഇപ്പോൾ ഓർക്കുമ്പോൾ അത് ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയ എക്സ്പീരിയൻസാണ്.